ഹായ് എവ്രി വൺ. ഡയറ്റിലാണെങ്കിലും പുട്ട് തിന്നാനുള്ള കൊതിക്ക് യാതൊരു കുറവുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു കീറ്റോ പുട്ട് ഉണ്ടാക്കാമെന്ന്. ഈ കീറ്റോ പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊരു 20 ആൽമണ്ടും 2 സ്പൂൺ ഫ്ലാക്സ് സീഡും എടുത്ത് നന്നായിട്ട് പുട്ടുപൊടി പോലെ നമ്മുടെ ചെമ്പാവരി പുട്ടൊക്കെ പോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ പുട്ടിപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമ്മൾ പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്ന മാതിരി ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കാൻ പോവാണ്. വെള്ളം അധികം ആവാതെ നോക്കണം, പെട്ടെന്ന് വെള്ളം അധികമാവും. ഇത് ബദാമിൻ്റെ പൗഡർ ആയതുകൊണ്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പുട്ടുപൊടി മാതിരി നനച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ പുട്ടുപൊടി. നമുക്കിപ്പോൾ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഒരു പാത്രം എടുത്തിട്ട്, നിങ്ങൾക്ക് ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം അല്ലെങ്കിൽ ചിരട്ടയായാലും എടുക്കാം. കുറച്ച് തേങ്ങ ആദ്യം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പുട്ടുപൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് പൊടിയുള്ളൂ, ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ കുറേ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇതിനകത്തേക്ക് ഫുള്ളായി നിറച്ചിട്ട് ബാക്കിയുള്ള തേങ്ങയും കൂടി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഇതുകൊണ്ട് മൂടിയോണ്ട് ഇത് നന്നായിട്ട് മൂടാം. ഒരു കുക്കർ വെച്ച് അതിൻ്റെ സ്റ്റീം പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ പുട്ടിൻ്റെ ബോക്സ്, ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കറക്റ്റായിട്ട് വെക്കണം. നന്നായിട്ട് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആവും. സോ നമുക്ക് നന്നായിട്ട് സ്റ്റീം വരുന്നവരെ നന്നായി സ്റ്റീം ചെയ്തെടുക്കും. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് എടുക്കാൻ പോகிறது കൈ പൊള്ളും. സോ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് പയ്യെ ഇതെടുത്ത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പുട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഏത് കറിയുടെ വീടിനും എൻജോയ് ചെയ്യാം. എനിക്ക് നോൺ വെജിൻ്റെ കൂടെ എൻജോയ് ചെയ്യാനാണ് ഇഷ്ടം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.